7 മണിയോട് കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. 10 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇവിടെ നടത്തുന്നത്. ഇതിൽ 4ാമത്തെ നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റ് ഉള്ളത്. വാടക വീടാണ്. ഇവിടെയാണ് പരിശോധന നടക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സമാന്തരമായി കേരളത്തിൽ ഉൾപ്പെടെ സമാന്തരമായി 21 റെയ്ഡ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെ വാർത്താക്കുറിപ്പിൽ അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ബാംഗ്ലൂരിൽ കൂടാതെ ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിലും പരിശോധന നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചെന്നൈയിലും സമാന്തരമായി സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിന് പുറത്ത് എല്ലായിടത്തും ഈ കേസുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വീടും അതുപോലെ തന്നെ ജ്വല്ലറി, ഇവിടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെല്ലാരിയിൽ ഏതാണ്ട് 20ഓളം ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 4.5 കിലോ സ്വർണം ഇവിടെ നിന്ന് ഗോവർദ്ധൻ ലഭിച്ചു എന്നുള്ളതാണ് ഇഡിയുടെ അല്ലെങ്കിൽ പോലീസിന്റെ SITയിലേക്ക് ഒരു കണ്ടെത്തലുള്ളത്. നിലവിലേതായാലും പരിശോധനകൾ പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂർ ഇപ്പോൾ പിന്നിടുകയാണ്. ഈ നേരത്തെ തന്നെ SIT സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. അവർ പല കാര്യങ്ങളും രേഖകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഏതായാലും ഈ ബെല്ലാരിയിൽ റൊദ്ദം ജ്വല്ലറിയിൽ നിന്ന് നേരത്തെ തന്നെ പലപ്പോഴായിട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഒരുക്കി കൊടുത്ത സ്വർണ്ണമെല്ലാം തന്നെ നേരത്തെ തന്നെ SIT സംഘം റിക്കവർ ചെയ്തിരുന്നതാണ്. ഏതാണ്ട് 500 ഗ്രാമോളം 417 ഗ്രാമോളം അവിടെ നിന്ന് റിക്കവർ ചെയ്തു എന്നാണ് SITയിലെ കോടതിയിൽ അറിയിച്ചിരുന്നത്. നിലവിലേതായാലും ഈ 3 ഇടങ്ങളിലും കേരളത്തിന് പുറത്ത് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ബംഗളൂരുവിൽ നിന്നുള്ള വിവരങ്ങളാണ് KB ശ്രീധരൻ പങ്കുവച്ചത്.